പ്രൊട്ടസ്റ്റ് തുടങ്ങി ഇത്രയും ദിവസമായിട്ടും ഇത്രയൊക്കെ പ്രതിഷേധിക്കേണ്ട ആവശ്യമുണ്ടോ? എക്സാം ഒന്നും കൂടി എഴുതിയാൽ പോരെ എന്ന് ചോദിക്കുന്നവരോടാണ്. എന്തുകൊണ്ടാണ് ഒരാൾ പ്രതികരിക്കേണ്ട അവസ്ഥ വരെ എത്തുന്നത്? ഒരു ദിവസം രാവിലെ എഴുന്നേറ്റ് ഇന്ന് പോയി പ്രതിഷേധിച്ചേക്കാം എന്ന് തീരുമാനിച്ചല്ല ഭൂരിഭാഗം ആളുകളും പ്രതിഷേധിക്കാൻ ഇറങ്ങുന്നത്. അതിന്റെ പിന്നിൽ അവരുടെ വർഷങ്ങളായിട്ടുള്ള കാത്തിരിപ്പും കഷ്ടപ്പാടും നിരാശയും ഒക്കെ ഉണ്ടാവും. പ്രത്യേകിച്ച് വിദ്യാർത്ഥികളുടെ കാര്യത്തിൽ ഇത് നമ്മൾ കുറച്ചും കൂടി സീരിയസ് ആയിട്ട് മനസ്സിലാക്കേണ്ടതുണ്ട്. എക്സാം എന്ന് പറയുമ്പോൾ പലപ്പോഴും നമ്മൾക്കത് 3 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ഒരു പ്രോസസ്സ് മാത്രമാണ്. പക്ഷെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വെറും 3 മണിക്കൂറല്ല, ചിലപ്പോൾ 3 വർഷമാണ്. ഉറക്കമില്ലാത്ത ഒരുപാട് രാത്രികളാണ്, അവർ മാറ്റിവെച്ചിട്ടുള്ള ഒരുപാട് ആഘോഷങ്ങളും ഒരുപാട് യാത്രകളുമാണ്, അവരുടെ കുടുംബത്തിന്റെ മൊത്തം പ്രതീക്ഷയാണ്. അതുകൊണ്ട് തന്നെ പരീക്ഷയെ ചുറ്റിപ്പറ്റി ഉണ്ടാകുന്ന ഇത്തരം പ്രശ്നങ്ങൾ അവർക്ക് വെറും ഒരു അക്കാദമിക് പ്രശ്നം മാത്രമല്ല, അത് അവരുടെ ജീവിതം കൂടിയാണ്. സൈക്കോളജിയിൽ ഒരു കൺസെപ്റ്റ് ഉണ്ട്, ലോസ് ഓഫ് കൺട്രോൾ. അതായത് നമ്മുടെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ കൺട്രോളിന് പുറത്താണെന്ന് തോന്നുന്ന ഒരവസ്ഥ. നമ്മുടെ ഭാവിയെ ബാധിക്കുന്ന ഒരു കാര്യത്തിൽ നമുക്ക് ഒരു കൺട്രോളും ഇല്ലെന്ന് തോന്നുന്ന സമയത്താണ് ഇതേപോലെ നമ്മൾക്ക് ദേഷ്യവും വിഷമവും സങ്കടവും നിസ്സഹായാവസ്ഥയൊക്കെ തോന്നുന്നത്. ഇത്തരം സാഹചര്യങ്ങൾ വരുമ്പോൾ ചില ആളുകൾ കരയും, ചില ആളുകൾ ദേഷ്യപ്പെടും, ചില ആളുകൾ മിണ്ടാതിരിക്കും, ചിലപ്പോൾ ആളുകൾ പ്രതിഷേധിക്കാൻ ഇറങ്ങും. ഇതൊക്കെ മനുഷ്യരുടെ വ്യത്യസ്തമായിട്ടുള്ള സൈക്കോളജിക്കൽ റെസ്പോൺസസ് ആണ്. ഇവിടെ ഒരു സമൂഹം മുഴുവൻ പ്രതിഷേധിക്കാൻ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ അത് അവരുടെ ശബ്ദം കേൾക്കപ്പെടണമെന്ന അത്രയും ആവശ്യമുള്ളതുകൊണ്ടാണ്. നമ്മുടെ വികാരങ്ങൾ അംഗീകരിക്കപ്പെടണം, നമ്മുടെ ആവശ്യങ്ങൾ അംഗീകരിക്കപ്പെടണം, നമ്മുടെ ശബ്ദം കേൾക്കപ്പെടണം. അതുകൊണ്ട് പ്രതിഷേധിക്കുന്നവരെ കാണുമ്പോൾ അവരെക്കുറിച്ച് അഭിപ്രായം പറയുന്നതിന് മുൻപ് അവർ അനുഭവിച്ചിട്ടുള്ളതിനെ മനസ്സിലാക്കാൻ ശ്രമിക്കുക. കാരണം നമ്മൾ അനുഭവിച്ചിട്ടില്ലാത്ത പ്രശ്നങ്ങളെ ചെറുതാക്കി കാണുന്ന ഒരു പ്രവണത മനുഷ്യന്മാർക്ക് പൊതുവേ ഉള്ളതാണ്. അതുകൊണ്ട് പ്രതിഷേധങ്ങളെ രാഷ്ട്രീയത്തിന്റെ കണ്ണിലൂടെ മാത്രം കാണരുത്, മനുഷ്യന്റെ കണ്ണിലൂടെ കൂടി അതിനെ കാണാൻ ശ്രമിക്കാം. ഇത് അവർക്ക് വേണ്ടി മാത്രമുള്ള പ്രൊട്ടസ്റ്റ് അല്ല, നമ്മുടെ ഭാവി തലമുറയ്ക്ക് വേണ്ടി മൊത്തത്തിലുള്ള പ്രൊട്ടസ്റ്റ് ആണ്.